ഇതെൻ്റെ കഥയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇതൊരുപാട് പേരുടെ കഥയാണ്. ഞാനിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ICUവിൽ കിടക്കുക. ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലേക്ക് ആവല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ ചെയ്യല്ലേ? ഭർത്താക്കന്മാർക്ക് ഇത്രയും പ്രായമായാലും പ്രശ്നം. നീ ചെറുപ്പല്ലേ? ശരി ശരി. ശരി മോളെ. ഭർത്താവ് ICUവിലായിട്ടും എന്താ ഇവൾക്ക് ഇത്ര സന്തോഷം എന്നല്ലേ? ആ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നരചരിതം ആട്ടക്കഥ. നീ എവിടേക്കാടാ പോണേ? അച്ഛാ, ഞങ്ങൾ പുറത്തു പോയിട്ട് വരാം. എന്തോ സാധനങ്ങൾ വാങ്ങാണ്ടെന്നാ പറഞ്ഞേ. നീ വരുമ്പോഴേ കോട്ടയിൽ കയറിയിട്ട് കുറച്ച് കുഴമ്പ് മേടിച്ചിട്ടുണ്ട്. ആ വാങ്ങാച്ചാ. അതെ, വെയിലൊന്നും കൊള്ളല്ല അച്ഛൻ. പ്രായം കൂടി വരെയല്ലേ. ഒന്ന് പോയടപ്പാ, ഇതിനേക്കാളും വലിയ വെയിലോടാണ് ഇത് ഇവിടെ വരെ എത്തിയത്. ഓ ആയിക്കോട്ടെ, അവസാനമാകുമ്പോ ഞാനേ ഉണ്ടാവുള്ളൂ. ആ പോവാ. പോയിട്ട് പോയിട്ട് വരാട്ടാ. വരാട്ടച്ചാ. ആ എന്നെ പഠിപ്പിച്ച മാഷാ അത്. ആ അത് ശരി. ടി.എ. ഷീജ. ആ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇല്ല മാഷേ, ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത്. ടി.എ. ഷീജ അനിയനായിരിക്കും അല്ലേ? അനിയനല്ല. ഏയ്, ചേട്ടനാവാനുള്ള പ്രായമൊന്നുമില്ല. എന്നാ ശരി മാഷേ, ഞങ്ങൾ പോയേച്ചും വരാം. അതെ, പണ്ട് മാഷ്ക്ക് കണ്ണൊന്നും കാണില്ല. നിങ്ങൾ എത്ര സന്തോഷിക്കൊന്നും വേണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭാഗ്യ ചേച്ചി അല്ലേ വരണേ? നീ ഇപ്പൊ വീട് വാങ്ങി ഇവിടെ താമസാക്കിയല്ലേ? ആ ചേച്ചി, എന്നെയൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ എടുത്തു നടന്നിരുന്ന ചേച്ചിയാ. അതെ അല്ലേ? ഇവിടൊക്കെ 5 വയസ്സുള്ളപ്പോ പറമ്പൊക്കെ വിറ്റ് നാട്ടിന്ന് പോയതാ. ഇത് നിന്റെ അനിയനാ? ഇന്ന് ഭാഗ്യ ചേച്ചി ഞാൻ പോയിട്ട് വരാം. അമ്മ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്ത്രീക്ക് ഒരു അന്തവും കുന്തില്ലാന്ന്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ചേച്ചി. ആ ഷീജ, എത്ര കാലം മുന്നേ പോയതാ നീ ഇവിടുന്ന്? ആ ചേച്ചി, ഇതേ അനിയനല്ലേ? അതെ, അനിയനല്ല, നിന്റെ ഭർത്താവാ. ഛേ, മോശായില്ല. ഷീജെ, നാളെ സുധാന്റെ മോളുടെ കല്യാണല്ലേ? പോണ്ടേ നമുക്ക്? ആ പോണം. അതിനു മുന്നേ ഒരു ചെറിയ പരിപാടി ഉണ്ട്. നീ എന്ത് ചെയ്യുന്നേ? ആരോടെ വന്നിട്ടാ? ഞാനാണ് അച്ഛാ. നീ പുറത്തു പോകുമ്പോഴേ ഞാൻ നിന്റെ അച്ഛനാണെന്ന് പറയുന്നു. നാളെ ഒരു കല്യാണം ഉണ്ടേ. അച്ഛൻ വരുന്നില്ലേ? വരണുണ്ടായി, പക്ഷെ ഇനി ഞാൻ വരണില്ല.
ഷീജ ടി എ. ഇതാരാ, അച്ഛനാ? അയ്യോ അല്ല, ഇതെന്റെ ഭർത്താവാ. ഓ, ഷീജ ടി എ ചെറുപ്പമാണല്ലോ. ആ, മാച്ചിന്റെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് ശരിയായിരുന്നു തോന്നണത്. അന്ന് കണ്ട പോലെ അല്ലല്ലോ സീസോ, അല്ലേ? അതെ, ഇപ്പൊ തേക്കനില്ലേ, അതാ. അപ്പൊ ശരി, കണ്ടു കഴിഞ്ഞാൽ നാടാന്നാ പറയൂ. എന്റെ മോളെ ഇപ്പോഴല്ലേ ശരിക്കുള്ള രൂപം കാണണേ. നിനക്ക് കുറച്ചും കൂടി ചെറുപ്പക്കാരനെ കെട്ടിക്കൂടായിരുന്നു. ചെറുപ്പം തന്നെ, അധികം പ്രായമായിട്ടൊന്നും ഇല്ല. എന്നാലും പിന്നെ സ്നേഹം ഉണ്ടായാ മതി മോളെ. ഞങ്ങള് കല്യാണത്തിന് പോവേണേ, പോയിട്ട് വരാട്ടാ. ആ ചേച്ചിക്കിപ്പേ കണ്ണട വെച്ചില്ലെങ്കിൽ നല്ല കാഴ്ച ശക്തിയാ. ഇത് ഷുഗറുണ്ട്, ഇത് പ്രഷറുണ്ട്, ഇത് കൊളസ്ട്രോൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കെട്ടിയവനൊന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാലെന്താ? നീ ചെറുപ്പാണെന്ന് നാട്ടുകാർ പറഞ്ഞല്ലോ, അവൾക്കത് മതി. താടിയും മുടിയും കറുപ്പിക്കാതെ നിറച്ച് നടക്കുന്ന സകല ആണുങ്ങളുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ടാവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ചെറുപ്പാണെന്ന് ഇനി പറഞ്ഞേക്കരുതേ.